അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ സാൽമണാണ് കേട്ടോ. സാൽമൺ പിന്നെ വേൾഡിൽ പ്രൈസ് കൂടിയ ഫിഷുകളിൽ ഒരു ഫിഷ് സാൽമൺ എന്ന് പറയും. കട്ട് ചെയ്ത് കൊടുന്നിക്കണം. മസാല ഇടാൻ പോവാണ് കഴുകിയിട്ട്. ഇതാണ് കേട്ടോ സാൽമൺ. കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും പലരും. ഞാനിത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഒരു വീഡിയോ എടുത്ത് നോക്കട്ടെ. അപ്പോൾ പ്രവാസികൾ സാൽമൺ എങ്ങനെ മസാല ഇടുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരട്ടെ. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മീനിൻ്റെ പാത്രം ഇവിടെ ഉണ്ട്. നമ്മളെന്ത് ചെയ്യും, മല്ലിപ്പൊടി എടുക്കും. മല്ലിപ്പൊടീൻ്റെ അളവൊക്കെ എടുക്കുന്നത് ശ്രദ്ധിച്ചോളിട്ടാ. ഇങ്ങനെ ഒരു ആവറേജ് നമ്മളെ മനസ്സിലാണ് അളവിട്ട. മുളക് പൊടി എടുക്കുക. ഏകദേശം മുളക് പൊടിൻ്റെ അളവായി എന്നാണ് തോന്നുന്നത്. പിന്നെ മല്ലിപ്പൊടി ഇതാണ്ട് ഇളക്കി കഴിഞ്ഞാൽ അത് അളവ് കറക്റ്റായിരിക്കും. ഞാൻ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി കുറവായോ എന്നൊരു സംശയം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടീസ്പൂണും കുന്തവും കുടച്ചക്കരൊന്നും എടുക്കാൻ നിൽക്കലില്ല. പിന്നെ മുളക് അത് എന്താണ് ഉപ്പ് ഇത് തന്നെയാണ് നമ്മളെ അളവ്. ഈ അളവ് കറക്റ്റായിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഉണ്ടാവുമെന്ന് തോന്നണില്ല. കുറച്ചൊരു വെള്ളം കയ്യൊക്കെ നല്ല ഇളക്കി കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് സാൽമൺ മസാല ഇടൽ. അപ്പോൾ മസാലയൊക്കെ ഇട്ട് നല്ല ഇളക്കിയിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ വെച്ചിട്ട് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് ആണ്ട് പൊരിക്കും. ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ സാൽമൺ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാൽമൺ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടതാണ്. ഇതാണ് സാൽമൺ. ഇങ്ങനെ തിന്നുമ്പോൾ ഉണ്ടല്ലോ ഏതാ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സാൽമണിൻ്റെ പൊരി കഴിഞ്ഞ് പിന്നെ കുറേ പൊടിഞ്ഞിക്കണം. കുറച്ചൊക്കെ ചെറിയ പീസുകളയക്കണം, അത്ര പൊടിഞ്ഞല്ല. അപ്പോൾ പൊരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ അയക്കാം. ഇന്നത്തെ ഫുഡ് കണ്ടോളിട്ടാ. ചോറ്, മീൻകറി എന്ന് പറഞ്ഞാൽ ഒരു അയിലൻ്റെ പീസ് മീനിന് കറിയിലുണ്ട്. ഒരു പിന്നെ സാൽമണിൻ്റെ പീസുണ്ട് കറിയിൽ. പിന്നെ ഈ സാധനം എന്തോ ഒരു പേരുള്ള ഒരു മീൻ, ആവോലിയല്ല, സീഡി മുള്ളനുമല്ല, വേറൊരു സാധനം. പിന്നെ ഇത് നമ്മളെ സാൽമണിൻ്റെ ഒരു പൊരിച്ച പീസ്. ഏതാ ടേസ്റ്റ് എന്നറിയോ?